ഭാരതത്തിന്റെ വിജയം സന്തോഷിപ്പിക്കുന്നു. സഞ്ജുവിന്റെ പരാജയം നിരാശപ്പെടുത്തുന്നു. കാര്യവട്ടത്ത് കളി കാണാനെത്തിയ ആരാധകർ സമ്മിശ്ര പ്രതികരണത്തോടെയാണ് മടങ്ങിയത്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായി എത്തിയതോടെ സഞ്ജുവിന്റെ ലോകകപ്പ് കളിക്കാമെന്ന സാധ്യതകൾക്ക് മങ്ങലേറ്റുവെന്നും ആരാധകർ പറയുന്നു. കാര്യവട്ടത്ത് 5ാം ട്വന്റി മത്സരം കാണാനെത്തിയവരെ വരവേറ്റത് ഇടത്ത് സഞ്ജു സാംസന്റെയും വലത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെയും രണ്ട് വലിയ കട്ടൗട്ടുകളായിരുന്നു. വലിയ ആഘോഷഭരിതരായാണ് മുഴുവൻ കാണികളും ഇവിടെ എത്തിച്ചേർന്നത്. സഞ്ജു ടീം ബസ്സിൽ വന്നിറങ്ങുമ്പോഴും വലിയ ആവേശമായിരുന്നു, ആർപ്പുവിളികളായിരുന്നു എവിടെയും കണ്ടത്. പക്ഷേ സഞ്ജുവിന്റെ പ്രകടനം ആരാധകരെ മുഴുവൻ നിരാശരാക്കി. എന്നാൽ ഇന്ത്യയുടെ വിജയം അവരെ സന്തോഷവാന്മാരാക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ പ്രതികരണങ്ങൾ ചോദിക്കാം. ഇന്ന് മത്സരം കണ്ടിറങ്ങുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് അല്ലേ? ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് സഞ്ജുവിന്റെ മത്സരം കാണാൻ. ഞാൻ കണ്ണൂർ ഇരുട്ടിന്ന് വരിക. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി, നല്ലൊരു ഓപ്ഷനാണ് സഞ്ജുവിന് നാട്ടുകാർക്കിടയിൽ തിളങ്ങാനുള്ളൊരു അവസരമായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് ഓൾ ക്രൗഡ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സഞ്ജുവിന്റെ മുഖത്തൊരു കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിട്ടാണ്. ഫീൽഡ് ചെയ്യുമ്പോഴും അത് കണ്ടിരുന്നു. ഫീൽഡ് ചെയ്യുമ്പോൾ കീപ്പർ സ്ഥാനം മാറ്റിയ മുതൽ അവന് ടീമായിട്ട് ഇണങ്ങി കളിക്കാത്ത പോലത്തെ ഒരു, അതായത് വിക്കറ്റ് കിട്ടി നാനാഭാഗത്തു നിന്നും മുഴുവൻ പ്ലേയേഴ്സും ഒരിടത്ത് ഒരുമിച്ച് കൂടുമ്പോൾ സഞ്ജു മാത്രം ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുന്ന കാഴ്ചയുണ്ട്. സഞ്ജു ഒരു ടീം സ്പിരിറ്റ് കാണിക്കാത്ത പോലെ തോന്നി ആഫ്റ്റർ ഫീൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഒന്നിലും അങ്ങനെ സ്വന്തം നാട്ടിൽ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരം കളിക്കാറിറങ്ങാണ്. മുമ്പൊരിക്കൽ ഇവിടെ ഒരു മത്സരം നടക്കുമ്പോൾ ആ ടീമിൽ ഇടം കിട്ടിയിരുന്നില്ല. സഞ്ജു ഒരു ഓവർ ഫീൽഡ് ചെയ്യാനായി കളത്തിലേക്ക് വരുമ്പോൾ ഈ ആരാധകർ മുഴുവൻ കൈയടികളോടെ സ്വീകരിച്ചതാണ്. പക്ഷേ ഇന്ന് ഒരു മികച്ച അവസരം കിട്ടിയിട്ടും സൂര്യകുമാർ യാദവ് ഇന്ന് ടോസ് കിട്ടുമ്പോൾ 3 മാറ്റങ്ങളുണ്ട് ടീമിലെന്ന് പറഞ്ഞു. അതിൽ ഇഷാൻ കിഷൻ തിരിച്ചു വരുന്നു, അക്സർ പട്ടേൽ തിരിച്ചു വരുന്നു, മൂന്നാമതൊരാൾ കൂടിയുണ്ട്. അയ്യോ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വരുൺ ചക്രവർത്തിയായിരുന്നു എന്ന് കരുതി നിങ്ങൾ തിരുവനന്തപുരത്തുകാർ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, സഞ്ജു ടീമിലുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഞ്ജുവിന് ഇവിടെ എത്രമാത്രം ഫാൻ ബേസ് ഉണ്ടെന്ന് സൂര്യകുമാർ തിരിച്ചറിഞ്ഞു. അത് വിമാനത്താവളിൽ വന്നപ്പോഴും വഴികാട്ടി കൊടുക്കുന്ന സൂര്യകുമാർ യാദവിനെ നമ്മൾ കണ്ടു. പക്ഷെ സഞ്ജു പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അതെ, ടീമിന്റെ മൊത്തത്തിലെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ വളരെയധികം മികച്ചതായിരുന്നു. ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് പോലും സഞ്ജുവിന് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഇത്രയും തിളങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമാണ്. കീപ്പിംഗ് സ്ഥാനത്ത് നിന്ന് ഒരു സിഗ്നലാണ് ഗംഭീർ തന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. തീർച്ചയായും സൂര്യകുമാർ യാദവ് ആദ്യ ഇന്നിംഗ്സിൽ ആദ്യ 2020 മത്സരത്തിൽ, രണ്ടാമത്തെ മത്സരം അതായത് നമ്മുടെ ഇഷാൻ കിഷന്റെ ആദ്യ മത്സരത്തിൽ 82 റണ്ണോ മറ്റോ എടുത്തു പോകുമ്പോൾ കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു നല്ല താരത്തെ എനിക്ക് വൺ ഡൗണോ ഓപ്പണറോ ആക്കാൻ കിട്ടിയെന്ന് സൂര്യകുമാർ അന്നേ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു മികച്ച പ്രകടനം, റൺമഴ പെയ്ത ഒരു മത്സരം കാണാനായെന്ന സന്തോഷം. പക്ഷേ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല എന്ന നിരാശ അത് തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇനിയും മടങ്ങിപ്പോകുന്ന നിരവധി പേര് ഇവിടെയുണ്ട്. പ്രതികരിക്കാം. സഞ്ജു കളിച്ചില്ല എന്ന് നിരാശ ഉണ്ടാക്കുന്നുണ്ടോ? അല്പം നിരാശ തന്നെയാണ് നമ്മൾ. കാരണം അത്രയും നല്ലൊരു കളി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വരുമ്പോൾ അതൊരിത്തിരി നിരാശയുണ്ട്. പക്ഷെ ഇന്ത്യ ജയിച്ചല്ലോ, ഇന്ത്യയുടെ ഇത്രയും നല്ലൊരു കളി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇന്ത്യയുടെ നല്ല കളിയായിരുന്നു, അതുകൊണ്ട് ഒരു പ്രയാസം ഇതുണ്ട്. എന്നാലും സഞ്ജുവിനെ നമ്മൾ നന്നായിട്ട് പ്രതീക്ഷിച്ചു. അതൊരു 6 ആയിരുന്നെങ്കിൽ സഞ്ജു കലക്കുമായിരുന്നു. പക്ഷെ അത് നാട്ടിൽ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ സഞ്ജു ഇറങ്ങിയാണ്. പക്ഷേ സഞ്ജു ആ ഫോമിലേക്ക് വന്നില്ല. വിഷമമുണ്ടോ? വിഷമമുണ്ട്, വളരെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ 7ാമത്തെ കളിയാണ് കൺസിക്യൂട്ടീവായിട്ട് വരുന്നത്. അതിൽ ഒരു കളി ഒഴിച്ച് എല്ലാം ഇന്ത്യയുടെ ജയമായിരുന്നു കണ്ടിട്ടുള്ളത്.